അന്ന് പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുറത്തുനിന്ന് കാണാൻ നല്ല രസമാണ് ബിൽഡിങ്സും കാര്യങ്ങളും, അകത്തുനിന്ന് കണ്ട ടെൻഷൻ. രാവിലെ 9 മണിക്ക് എണീക്കുന്നു, വൈകുന്നേരം 9 മണിക്ക് വരുന്നു. ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ ക്യാമറ ഇങ്ങനെയല്ല പഠിക്കേണ്ടി, ഇങ്ങനെയല്ല PT എടുക്കേണ്ടി, നമ്മൾ ചെയ്തതൊക്കെ വെറും പൊട്ടത്തരം എന്നുള്ളത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കാം, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒന്നുമില്ല, ഒരു 2 ഡിഗ്രി അതുപോലെ ഒരു PG ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ജോലിക്കൊക്കെ പോയി കറക്റ്റ് പറയായിരുന്നല്ലോ. അപ്പോൾ ഒരു MBA ഒക്കെ എടുത്തു ബാംഗ്ലൂർ പോയിട്ട്. എടുത്തു കഴിഞ്ഞ് ശരി MBA ഒക്കെ എടുത്ത് ജോലിയൊക്കെ കിട്ടും, നല്ലതൊക്കെ കിട്ടി. ശരി എന്നാൽ പിന്നെ ജോലിക്കൊക്കെ പോയേക്കാം. അന്ന് പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുറത്തുനിന്ന് കാണാൻ നല്ല രസമാണ് ബിൽഡിങ്സും കാര്യങ്ങളും, അകത്തുനിന്ന് കണ്ട ടെൻഷൻ. രാവിലെ 9 മണിക്ക് എണീക്കുന്നു, വൈകുന്നേരം 9 മണിക്ക് വരുന്നു. രാവിലെ 9 മണിക്ക് എണീക്കുന്നു, വൈകുന്നേരം 9 മണിക്ക് വരുന്നു. ഇത് വൃത്തികെട്ട ലൈഫ് സൈക്കിൾ വെറുത്തുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി ഇത് എൻ്റെ സാധനമല്ല. കാരണം ബോറടി എന്നൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നെ ബോറടി എന്നൊക്കെ പറഞ്ഞു, ലോകത്തില്ലാത്ത ബോറടി. ആരാൻ്റെ വായിന്ന് കേൾക്കുക, ആരാൻ്റെ വായിന്ന് പറയും, ആരാൻ്റെ വായിന്ന് കേൾക്കുക, ആരാൻ്റെ വായിന്ന് പറയും. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരി മടുത്തു. ശരി എപ്പോഴും പറഞ്ഞ അൻവർ പറഞ്ഞ പോലെ ആരുണ്ടാവും നമ്മുടെ നോക്കാൻ. അടുത്ത പോസ്റ്റർ വന്നു നേരെ നോക്കി പിടിക്കുമ്പോ കിരൺ ഒന്ന് വിളിച്ചേക്കാം. ഹലോ ഹലോ എന്തെങ്കിലും പരിപാടി പുതിയത് ചെയ്യാൻ പറ്റുമോ? എടാ ഇങ്ങനെയാണ് സംഭവം, എന്താ ചെയ്യണ്ടി? ഞാൻ പറഞ്ഞ അടുത്ത് എടാ നീ ഇപ്പൊ ബാംഗ്ലൂരാ, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും ഉണ്ട്, എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ നിനക്ക് എന്താണോ നല്ലത് നോക്കുക, നന്നായി പഠിക്കുക എന്നുള്ള രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കിര അവിടെ വന്ന് എങ്ങനെയാണ് അവസ്ഥ? ഇവിടെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ബേസും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വരും. പിന്നെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വൃത്തി വെച്ചാൽ ആദ്യം നീ ഒന്ന് വന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. കണ്ടു നോക്കെന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. കണ്ടു നോക്കെന്ന് പറഞ്ഞു. ശരി. ഞാൻ നേരെ കമ്പ്യൂട്ടറിൽ പോയി എൻ്റെ അബ്സ്കൗണ്ട് ലെറ്റർ, ശരി ഞാൻ നാളെ തൊട്ട് വരുന്നില്ല എന്നുള്ളത് അവിടെ നിന്ന് തന്നെ എഴുതി കൊടുത്ത് ഫൈനാൻസിനെ കൊടുത്തിട്ട് ഓക്കെ ബൈ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. 2 ദിവസം ബാംഗ്ലൂരിൽ നിന്നു. കാരണം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കൂട്ടുകാരൻ്റെ റൂമിൽ കൊണ്ട് വെച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ പേരും പറഞ്ഞു എന്നാൽ പിന്നെ നീ ഒരു ദിവസം നേരത്തെ ഇറങ്ങ്, അങ്ങനെ പറഞ്ഞാൽ കാണാമല്ലോ. ഞാൻ വീടെത്തുമ്പോഴും വീട്ടുകാർക്ക് അറിയുന്നില്ല ഞാൻ ജോലി റിസൈൻ ചെയ്തു, അങ്ങനത്തെ ഒരു സാധനം. അവിടെ എത്തി കാര്യം പറഞ്ഞതും പിന്നെ മനസ്സിലായി ഇത് പാളി, ഇനിയിപ്പോൾ എല്ലാം നമ്മൾ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളത് മനസ്സിലായി. അച്ഛൻ ഭീഷണി റേഷൻ കാർഡ് കാണിച്ചു, ഇത് മായും വരില്ല. എന്റെ മൂത്ത മകൻ ബയോമെട്രിക് അങ്ങനെ നേരെ കൊച്ചിക്ക് വന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റുഡിയോ റൂമും കാര്യങ്ങളും. കാരണം നമുക്ക് ഫസ്റ്റ് ടൈമാണ്, നമുക്കിതെല്ലാം പുറത്തുനിന്നുള്ള കണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ കയറി ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു, സ്റ്റുഡിയോ റൂം കാര്യങ്ങൾ, പിന്നെ എഡിറ്റിംഗ് റൂംസ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഓക്കെ ഇറ്റ്സ് ഗുഡ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും തന്നെ എന്തെങ്കിലും ഇതാക്കണം. നേരെ പോയി ക്യാമറ കയ്യോടെ പോയി വാങ്ങിച്ചു. കിര ഏതാ നല്ല ക്യാമറ, ഇതാ ബഡ്ജറ്റുള്ളൂ, അപ്പോൾ നീ എന്തിനാ ചോദിക്കും, നിനക്ക് ഏതാ നല്ലത് നോക്ക്. പിന്നെ അവൻ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു ക്യാമറ ലെൻസ് എടുത്ത് വീടെത്തുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റത്തെ വർക്ക് കിട്ടി. പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒരു ഇവൻറ്റ് നമുക്ക് മേക്സം മൊച്ചാന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നമുക്ക് പിള്ളേരെല്ലാം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് എൻ്റെ അടുത്ത് വിളിച്ച അവിടെ തന്നെ ക്യാമറ എടുത്തോടാ, വിളിക്കുന്ന എങ്ങനെയാണ് അതിൽ തേജു എന്ന് പറഞ്ഞിട്ടൊരു പറ്റിയ വിളിച്ചിട്ട് ക്യാമറ എടുത്തു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നോ, ഇന്നത്തെ ഫസ്റ്റത്തെ വർക്ക് എൻ്റെ വക. എന്നിട്ട് അവൾ വിളിച്ചു, ശരി എടുത്തേക്കാം. വിറ്റെന്താ പറഞ്ഞാൽ എടുത്തേക്കാം. പിന്നെയാണ് മനസ്സിലായേ ഇത് തുറന്നു കഴിഞ്ഞാൽ വേറെ വല്ലതാ. നേരെ എടുത്തു. അപ്പോൾ ഞാൻ കിരണ്ണെ വിളിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നെ യൂട്യൂബ് തന്നെ വീട് എത്ര വരെ മെട്രോയിൽ അവിടെ പരിപാടി എത്ര വരെ മെട്രോയിൽ പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ വീഡിയോൻ്റെ മോഡുകൾ മാത്രം ഒന്ന് വൃത്തിക്ക് നോക്കി വെച്ചു. അപ്പം തന്നെ നോർമൽ എപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെ കളർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ എന്നാൽ ലോഗിലിട്ട് ചെയ്താൽ അങ്ങനെ അങ്ങ് പോകാമല്ലോ എന്നുള്ള ബേസിൽ ലോഗിലിട്ടു, അങ്ങ് എടുത്തു. കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് എടുത്ത് നോക്കി, കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ മനസ്സിലായി ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, ഒന്ന് ശ്രമിച്ചാൽ മതി. പിന്നെ അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ ഒരു വർക്കൊക്കെ എടുത്തല്ലോ, അതെ ഒരു വർക്ക് എടുത്തല്ലോ. നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി
കിരൺ സാറ് തിയറി ഫസ്റ്റ് കിരൺ സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ കിരൺ സാറ് ഇതൊക്കെയാണ് ക്യാമറ. ആദ്യം ഫസ്റ്റ് പാടെ തന്നെ ഏതൊക്കെ ക്യാമറകളുണ്ട് ഓ ശരി ആകെ ക്യാമറ എങ്ങനെ പോയാലും ഒരു 10 15 വെച്ചിട്ട് എഴുതി കൂട്ടിയാലും 2 പേജിൽ ഒതുങ്ങും. എഴുതിയിട്ടും തീരുന്നില്ല എങ്ങനെയല്ലടാ ആദ്യം തുടങ്ങി എപ്പോൾ തുടങ്ങിയോ അപ്പൊ തൊട്ടുള്ള ലെൻസും ക്യാമറകളും എടുക്കുക. ഓ ആയിക്കോട്ടെ. പിന്നെ മനസ്സിലായി ഇത് എഴുതിയാ തീരൂല, അവിടെ അണ്ടർലൈൻ ചെയ്ത് അവിടെ നിർത്തി. ഞാൻ ആകെ നോട്ടിൽ ഇത് കേട്ടോ ഇതല്ലാണ്ട് ഒരു അക്ഷരം ഞാൻ എഴുതിയതും നിക്കോൺ അല്ല നിക്കോണിന്റെ ഫസ്റ്റത്തെ ക്യാമറ ഞാൻ എഴുതിയത് നിക്കോൺ 1030. എന്റെ പേര് എഴുതി ഫുള്ളാവണ്ടേ സാധാരണ എഴുതി വെച്ചു. അല്ല എനിക്ക് മോഡലല്ല ഞാൻ കെനോൺ സ്പെല്ലിംഗ് തെറ്റാതുകൊണ്ട് ഫസ്റ്റ് കെനോൺ അപ്പൊ അങ്ങനെ കയറി. അപ്പൊ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ ക്യാമറ ഇങ്ങനെയല്ല പഠിക്കേണ്ടി, ഇങ്ങനെയല്ല PT എടുക്കേണ്ടി, നമ്മൾ ചെയ്തതൊക്കെ വെറും പൊട്ടത്തരം എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിനെ തിയറി വൃത്തിക്ക് നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയി. അതിൻ്റെ നമുക്ക് അപ്പം തന്നെ പ്രൊജക്ട്സും കാര്യങ്ങളും എല്ലാവർക്കും പ്രൊജക്റ്റും കാര്യങ്ങളും അന്നത്തെ ഓർമ്മയുണ്ടല്ലോ, ഓടിപ്പിടിച്ച് ചെയ്തോ ഓർമ്മിപ്പിക്കില്ല. ഓക്കെ. അപ്പൊ അത് അകരെ തീർന്ന് അത് കഴിഞ്ഞ് നേരെ ലൈറ്റ് രാത്രി വിളിച്ചിട്ട് എങ്ങനെ പ്രൊജക്റ്റ് ഒരു ഇതുപോലെ തരാം. എന്റെ 11 കഴിഞ്ഞു. ഞാൻ പോകുന്നു, നമ്മളിവിടെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക. 11 തീർക്കേ മിനിയേച്ചറൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്റെ അടുത്ത് ട്രെയിനില് തൊള്ളോലായിരുന്നു. അതെ സാറ് പോ കൊടുത്തു സാറ് അപ്പൊ അല്ല അതൊന്നും മനസ്സിലായി, ഇതൊന്നും അല്ല സംഭവം. അപ്പൊ ഒന്നും കൂടി നമുക്ക് വൃത്തിക്ക് പറഞ്ഞു തന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്തത് അങ്ങനെ ലൈറ്റിങ്ങിലേക്ക് കയറി. ലൈറ്റിങ്ങിൽ കയറിയപ്പോൾ വിചാരിച്ചു ഓ ലൈറ്റ് അല്ലേ ലൈറ്റ് അല്ലേ അതൊക്കെ എടാ അങ്ങനെ കേറുമ്പോ തന്നെ അതൊക്കെ സെറ്റാ, ലൈറ്റിങ് അല്ലേ സെറ്റാക്കാ. കേറി കഴിഞ്ഞ് സാധനങ്ങളുടെ പേര് തുടങ്ങിയപ്പോ മനസ്സിലായി ഓ അപ്പൊ ഇതും പഠിക്കണം, ഇതും പഠിക്കണം. അങ്ങനെ വിഷ്ണു സാറ് ഓരോന്ന് പറയാൻ തുടങ്ങി. ഒന്നും വേണ്ട ആ ദിവസം തന്നെ വൈകുന്നേരം 10 മിനിറ്റ് കൊണ്ട് ചോദിച്ചാൽ തന്നെ നമുക്ക് കൊറോണത്തിന്റെ പേര് കിട്ടാണ്ട് തിരിയായിരുന്നു. പിന്നെ അത് വൃത്തിക്ക് അതും പിന്നെ പണ്ടുണ്ട് ഇതിനേതാ സാറെന്താ കൊണ്ടിരിക്കുന്ന സാറ് പറഞ്ഞു എടാ ആ ടൂൾസ് സ്റ്റാൻഡിങ് കയറ്റി ഞാൻ പുറത്താ. അപ്പൊ നോക്കുമ്പോ അരി ഒരു മുട്ടുമ്പോ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തോ അത് മാത്രം ഞാൻ ഓടിപ്പോ കൊടുത്തു ഇതല്ലേ. അതിന് പിന്നെ അപ്പൊ സാറ് പറഞ്ഞു എന്നാ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് വെക്കാം. അപ്പൊ പറഞ്ഞു എടാ കറക്റ്റ് സെറ്റ് അതാ നീ മുട്ട് കുത്തിക്കോ ഒരു കാര്യമില്ല. അല്ല ഒന്നും കൂടി അപ്പോഴാണ് ഒന്നും കൂടി പരിചയപ്പെട്ട് ഒന്ന് സെറ്റ് അല്ല പക്ഷെ അതിൽ നിന്ന് നമ്മള് പെട്ടെന്ന് കണക്ട് ആയി പോയത് അതിൽ കൂടിയാ. കാരണം വരുന്നു തെറ്റ് പറയുന്നു പുഷപ്പെടുക്കുന്നു, വരുന്നു തെറ്റ് പറയുന്നു പുഷപ്പെടുക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കാം. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് തരുന്ന ഫ്രീഡം കാര്യങ്ങളും അടിപൊളിയാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാരും ഫ്രീ അല്ലേ, ഒരു സാറ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഇതിലല്ല പുറത്തിറങ്ങിയ അത് വഴിയെത്താം കുറച്ച് ലേറ്റ് ആയി. ഒരാളൊരു കിലോമീറ്റർ നടത്തി